ഹായ്, ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് പറയേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് പറയുക നിങ്ങളുടെ അടുത്ത് എന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഒരു സംഭവം പറയാട്ടോ. ഇതെന്താണെന്നറിയോ? ഇത് ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്. കണ്ടില്ലേ? അടിപൊളി മാങ്ങ, നല്ല വലിയ മാങ്ങയാണ്. ഈ മാങ്ങയുടെ നീളം, പീസിൻ്റെ നീളം കണ്ടാൽ അറിയാലോ എത്ര മാങ്ങ വലിപ്പമുണ്ടാവുമെന്ന്. പക്ഷേ പഴുത്താൽ കൊള്ളൂല മക്കളെ, ഒന്നിനും കൊള്ളൂല. പഴുത്താൽ വെറും പുഴു കേട്. അപ്പോൾ ഇത് പഴുത്തിട്ടില്ല, അതായത് ആ മഞ്ഞ കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു സുന്ദരി ലെവലിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇതിൽ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടു, കുറച്ച് പുളി ഇട്ടു, കുറച്ച് ഈത്തപ്പഴം ഇട്ടു, കുറച്ച് പഞ്ചസാര ഇട്ടു, കുറച്ച് നമ്മുടെ ഉപ്പ് ഇട്ടു. എന്നിട്ട് ഒരു പിടി പിടിക്കാന്ന് വെച്ചു. ഇങ്ങനെ നല്ല തിരുമ്പി ഇങ്ങനെ കൊടുക്കുന്നുണ്ടേ. നന്നായിട്ട് തിരുമ്പി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് കേട്ടോ. ബിസ്മി. ഔ, സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ 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 അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര ടേസ്റ്റ്. ഈത്തപ്പഴം വേണം, പുളി വേണം, ഉപ്പ് വേണം, പഞ്ചസാര വേണം, നമ്മുടെ മുളക് പൊടി വേണം. എരിവ് വേണ്ട ആൾക്കാർക്ക് എരിവുള്ള മുളക് പൊടി എടുക്കാം. പക്ഷെ എനിക്കിപ്പോൾ എരിവ് വേണ്ട. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കാശ്മീരിയാണ് എടുത്തത്. എന്താ ഒരു ടേസ്റ്റ് എന്നറിയാം. അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. സൂപ്പറാണ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. എൻ്റെ വായിന്ന് വെള്ളം വരുന്നു.